നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും, അത് വെറും ജീവനല്ല, സമൃദ്ധിയായ ജീവൻ, അബണ്ടന്റ് ലൈഫ്. അപ്പോൾ ക്രിസ്തു യേശുവിലുള്ള ജീവിതം സമർത്ഥമായതാണ്, അബണ്ടന്റ് ആണ് എന്ന് എത്ര പേർക്ക് ഈ സഭയിൽ വിശ്വസിക്കാൻ പറ്റും? അത് വിശ്വസിക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ എഴുതിയ ഈ വചനം വിശ്വസിക്കാൻ പറ്റില്ല. കാരണം യേശു പറയുന്നു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ. സാത്താൻ പ്രവർത്തിക്കുന്നത് സ്വർഗത്തിലല്ലല്ലോ, സാത്താൻ പ്രവർത്തിക്കുന്നത് ഭൂമിയിലല്ലേ. സ്വർഗത്തിൽ എത്തിയാൽ സ്വർഗത്തിലില്ലാത്ത ഒരു വ്യക്തിയാണ് സാത്താൻ. അവിടെ പിശാചില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ മുറവിളിയില്ല, അവിടെ ദുഃഖമില്ല. അവിടെ ദൈവവും തൻ്റെ പുത്രനും ദൂതന്മാരും ആരാധനയും തൻ്റെ വിശുദ്ധന്മാരും മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് യേശു പറഞ്ഞത്. അല്ലാതെ സ്വർഗത്തിലെത്തിയ ശേഷം ഞാൻ നിങ്ങൾക്ക് സമൃദ്ധമായ ജീവൻ തരാമെന്നോ അത് സമൃദ്ധിയായി തരാമെന്നോ അല്ല പറഞ്ഞത്. രണ്ട് കാര്യങ്ങൾ കർത്താവ് അവിടെ വ്യക്തമാക്കുന്നു. ഒന്ന്, കള്ളൻ പിശാച് പ്രവർത്തിക്കുന്നത് ഈ ഭൂമിയിലാണ്. അവൻ മോഷ്ടിക്കുന്നതും അവൻ അറക്കുന്നതും അവൻ മുടിക്കുന്നതും ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തിലാണ്. എന്നാൽ അങ്ങനെ ഒരു ജീവിതം ശത്രുവായ സാത്താൻ മുൻപിൽ കൊണ്ടുവന്ന് ആ നിലയിൽ നമ്മെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ യേശു കർത്താവ് പറയുന്നു, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ഭൂമിയിൽ തന്നെ നിനക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും വേണ്ടിയാണ്. അപ്പോൾ സമർത്ഥമായ ജീവൻ യേശു ക്രിസ്തുവിലൂടെ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാണ്. ഈ വചനത്തിനെങ്ങും എൻ്റെ സഹോദരങ്ങളെ ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നെന്താ ബ്രദറെ എനിക്ക് ഇത് കേട്ടിട്ടൊന്നും തോന്നാത്തേ? അതിനൊറ്റ കാരണമേ ഉള്ളൂ. ബ്രദറിനോ സിസ്റ്ററിനോ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ, ഹൃദയത്തിലോ ജീവിതത്തിലോ എന്തെങ്കിലും ക്രമീകരിക്കാനുണ്ടെങ്കിൽ അതങ്ങ് ക്രമീകരിച്ചാൽ ഇതങ്ങ് മനസ്സിലാവും. ഒരു റബ്ബർ തോട്ടത്തിനകത്ത് ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ എല്ലാ റബ്ബറും നനയും, ഒരു റബ്ബർ പോലും നനയാതിരിക്കില്ല. ഈ മഴ കഴിഞ്ഞ് ഈ റബ്ബറും തോട്ടം ഒന്ന് ചെക്ക് ചെയ്യാൻ ചെന്നാൽ ചില ചിരട്ടകൾ റബ്ബർ തോട്ടത്തിൽ റബ്ബർ മരത്തിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ചില ചിരട്ടകൾ നിറഞ്ഞൊഴുകുന്ന കാണാം, വെള്ളം, ഈ മഴവെള്ളം. ചില ചിരട്ടകളിൽ വെള്ളം വീണിട്ടുണ്ട്, പക്ഷെ അതിങ്ങനെ ചരിഞ്ഞൊഴുകുന്ന കാണാം. ചില ചിരട്ടകൾ മഴ പെയ്തത് അറിഞ്ഞിട്ടേയില്ല. ഒന്നാഴമായി പഠിച്ചാൽ മനസ്സിലാകും, ഈ മഴവെള്ളം നിറഞ്ഞൊഴുകുന്ന ചിരട്ട നേരെ ഇരുന്നതാണ്. ആ മരത്തേൽ, ആ കമ്പിക്കകത്ത് നേരെ ഇരുന്നതാണ്. വെള്ളം വീണെങ്കിലും ലീക്കായിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇരുന്നെങ്കിലും മനസ്സ് പലയിടത്താണ്, അതുകൊണ്ട് ഇങ്ങനെ സൈഡേക്കൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. എന്നാൽ ചിലത് ഇതൊന്നും ഏറ്റെടുക്കുന്നേയില്ല, അവർ കമന്നിരിക്കുകയാണ്. ഇന്ന് പകൽ നേരെ ഇരിക്കുന്നതിനെ നിറച്ചേ വിടൂ, നേരെ ഇരിക്കുന്നതിനെ നിറച്ചേ വിടൂ. നിന്റെ മനോഭാവം നേരെ ഇരുന്നാൽ, നിന്റെ ചിന്ത നേരെ ഇരുന്നാൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ഹൃദയം നേരെ ഇരുന്നാൽ, ഇന്ന് പകൽ ഈ വചനം നിന്നിൽ ഇന്ന് പകൽ ക്രിയ ചെയ്യാതെ പോകില്ല എന്നത് സത്യമാണ്. യേശു ജനിച്ചത് എനിക്ക് വേണ്ടിയാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച് കാണിച്ചത് എനിക്ക് വേണ്ടിയാണ്. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വേണ്ടിയാണ്. ഇനി കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അവൻ മധ്യാകാശത്തിൽ വരുന്നതും എനിക്ക് വേണ്ടിയാണ്. അങ്ങനെങ്കിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, യേശു എൻ്റെ ദൈവമാണ്, യേശു എൻ്റെ കർത്താവാണ്, അവൻ എൻ്റെ രക്ഷകനാണ്? വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി വായ്കൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ യേശു പറയുന്നു, ഞാൻ വന്നത്. ആ പദം നിങ്ങളൊന്ന് ദേവിദാസം വായിക്കുന്ന ഒന്ന് കേട്ടോണേ, ആ പദം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കെന്നല്ല പറഞ്ഞത്, അവർക്ക്. അവർക്ക് 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 ആരാണ് ഈ അവർ? സാത്താൻ അറത്ത് മുടിച്ച് മോഷ്ടിച്ച് ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന, ആത്മീയ നിലവാരത്തെ മുരടിപ്പിച്ച് കളഞ്ഞ, ജീവിതത്തെ അന്ധത പിടിപ്പിച്ച് കളഞ്ഞ, ഇരുട്ടിനകത്ത് പിശാച് വലച്ചു കളഞ്ഞ
അവർക്ക് 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 ഇന്ന് പകൽ ആ നിലവാരത്തിൽ പോയവരോ അങ്ങനെയുള്ളവരോ ഉണ്ടെങ്കിൽ നിനക്ക് ജീവൻ ഉണ്ടാകുവാൻ, നിനക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ ഇന്ന് പകൽ യേശു ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ആ ജീവൻ നിന്റെ രോഗമുള്ള ഭാഗത്തേക്ക് ചലിക്കും. ആ ജീവൻ നിന്റെ ശരീരത്തിലേക്ക് ചലിക്കും. ആ ജീവൻ നിന്റെ തലമുറയിലേക്ക് ചലിക്കും. ആ ജീവൻ നിന്റെ ശുശ്രൂഷ മേഖലയിൽ ചലിക്കും. അത് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതെ, അവർക്ക് ജീവൻ ഉണ്ടാകാൻ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും, ഇൻക്ലൂഡിങ് മീ, എനിക്കും ഇന്ന് പകൽ പറയാൻ പറ്റും. കീബോർഡ് വായിക്കുന്ന ദേവദാസ് ശ്യാമിനും ജിജുവിനും റിജി ബ്രദറിനും പാസ്റ്റർ അനിലിനും പാസ്റ്റർ ജിജിക്കും ഈ മുന്നിലിരിക്കുന്ന ദേവദാസന്മാർക്കും ഈ ദേവദാസിമാർക്കും ഇവിടെ ഇരിക്കുന്ന സകലമാന ആൾക്കാർക്കും പറയാൻ കഴിയും, ഒരു സമയത്ത് കള്ള പിശാച് എന്നെ ബന്ധിച്ചിരുട്ടിനകത്തിട്ട് തിന്മയിൽ കൊണ്ടുപോയിട്ട് ജഡീകമായ ജീവിതത്തിൽ കൊണ്ടുപോയിട്ട് സത്യം എന്താണെന്ന് അറിയാൻ കഴിയാതെ, ദൈവാത്മാവിന്റെ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അന്ധത പിടിപ്പിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് ദൈവപുത്രനായ ക്രിസ്തു എന്നെ പൊക്കിയെടുത്ത് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ജീവൻ തന്ന്, വെറും ജീവനല്ല, സമൃദ്ധിയായ 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 ജീവൻ എൻ്റെ യേശു എനിക്ക് തന്നു. ഇന്ന് ഞാൻ ആ ജീവനിൽ വാഴുന്ന വ്യക്തിയാണ്. ഇന്ന് ഞാൻ ആ ജീവനിൽ, ക്രിസ്തുവിന്റെ ജീവനാണ് എൻ്റെ ജീവിതം. ഈ പറഞ്ഞത് നേരാണോ? എൻ്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ടും അവൻ ഇന്നും എനിക്കായി പ്രവർത്തിക്കുന്നത് കൊണ്ടും അവൻ ഇന്നും എന്നെ കൈവിടാത്തത് കൊണ്ടുമാണ് ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് എന്ന് ഉറപ്പുള്ളവർ, ഓ ഇന്ന് പകൽക്കാലം എത്ര പേർ ആ കരങ്ങളെ തട്ടി ആ ദൈവത്തിന് നന്ദി പറയും. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി. വിഷയത്തിലേക്ക് വരികയാണ്. അറക്കുവാൻ, ശത്രുവിനെ മുടിക്കുവാൻ, മോഷ്ടിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ. എന്താ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒരു കള്ളൻ കാറിൻ്റെ ഹോണും അടിച്ച് കോളിംഗ് ബെല്ലും അടിച്ച് എല്ലാവരും ഉണന്നോ എന്ന് പറഞ്ഞ് എല്ലാം തട്ടിപ്പൊട്ടിച്ച് ഇറങ്ങി വരത്തില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ സാധനം കാണുന്നില്ല. നീ പോലും അറിയാതെ, നീ പോലും ചിന്തിക്കാത്ത സമയത്ത് നിന്റെ നന്മകളെ അവൻ കവർന്നെടുക്കുന്നു. ചിലർ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമെന്ന് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചതല്ല, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടതല്ല. അതെ, പിശാച് അറക്കുകയും മുടിക്കുകയും മോഷ്ടിക്കുകയും ചെയ്തെങ്കിൽ, ഇന്നും ചെയ്യുന്നെങ്കിൽ, ഇതാ അവനിൽ നിന്ന്, അവന്റെ തന്ത്രത്തിൽ നിന്ന്, അവൻ കൊണ്ടുവന്ന പരാജയത്തിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ കഴിവുള്ളവനെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തുന്നു. നിനക്ക് ജീവൻ ഉണ്ടാകുവാൻ, ആ നിലയിൽ കടന്നുപോയവർക്ക് സമൃദ്ധിയായ സമർത്ഥമായ ജീവൻ ഉണ്ടാകുവാൻ കടന്നു വന്നവനായ കർത്താവ്. അതിന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത്, അതാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ ചെയ്യുന്നത്. ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും വചനത്തെ വചനമായി കണ്ട് ഇതെന്നോടുള്ള ദൂത, ഇതെന്നോട് കർത്താവ് സംസാരിക്കുക, ഇതെന്നോട് ദൈവം ഇടപെടുക. ദൈവം സംസാരിക്കുന്നത് തൻ്റെ പ്രവാചകന്മാരിലൂടെയാണ്. ദൈവം ഇന്ന് സംസാരിക്കുന്നത് തൻ്റെ ദാസന്മാരിലൂടെയാണ്. ദൈവം തൻ്റെ വചനത്തിലൂടെയും തൻ്റെ ദാസന്മാരിലൂടെയും നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം പറയുന്ന വാക്കുകൾക്ക് ആമേൻ പറഞ്ഞ് അത് വിശ്വസിച്ച് നമ്മുടെ അകത്ത മനുഷ്യനിൽ നമ്മൾ പുറത്തെ മനുഷ്യനല്ല, പുറത്തെ മനുഷ്യന് ക്ഷീണമുണ്ട്, പുറത്തെ മനുഷ്യന് ബലഹീനതയുണ്ട്, പുറത്തെ മനുഷ്യന് ചൂടുണ്ട്, പുറത്തെ മനുഷ്യന് ഉഷ്ണമുണ്ട്, ദാഹമുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരാൾ അകത്തിരിപ്പുണ്ട്. ഇതകത്തേക്ക് ചെല്ലണം, ഇതകത്തേക്ക് ഇറങ്ങണം, ഇത് ഉള്ളിലേക്ക് ഇറങ്ങണം. ഈ വചനം ഉള്ളിലേക്ക്, അകത്ത മനുഷ്യനിലേക്ക് ഇറങ്ങണം.
ഇതകത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പൗലോസ് പറഞ്ഞത് സംഭവിക്കുന്നത്. ഞങ്ങളുടെ പുറമേ ഉള്ളവൻ നാൾക്കുനാൾ ക്ഷയിച്ചാലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ ബലം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ അകമയുള്ള മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയുള്ളവരാകണം. നിങ്ങളുടെ അകമയുള്ളവൻ ശക്തനായാൽ നിങ്ങളുടെ പുറമേ ഉള്ളവൻ തേജസ് കൊണ്ട് നിറയും. നിങ്ങളുടെ അകമയുള്ള മനുഷ്യൻ, ദൈവത്തിൻ്റെ ആത്മാവ്, നിങ്ങളുടെ അകത്ത് ദൈവം തന്ന നിന്റെ ആത്മാവ് ദൈവവചനത്താൽ പുഷ്ടിപ്പെട്ടാൽ, ശക്തിപ്പെട്ടാൽ, ഈ ലോകത്തിലെ നിരാശകളോ, ഈ ലോകത്തിലെ പ്രതിസന്ധികളോ, ഈ ലോകത്തിലെ പ്രശ്നങ്ങളോ ഒന്നും നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. തമിഴ്നാട് മുഖ്യമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റുമൊക്കെ ചില മീറ്റിങ്ങുകളിൽ, ലക്ഷങ്ങൾ കൂടുന്ന മീറ്റിങ്ങുകളിൽ അവർ വളരെ കൂളായി നിന്ന് പ്രസംഗിക്കാറുണ്ട്. ആയിരങ്ങൾ അവർക്ക് ഭീഷണികൾ ഉയർത്തുമ്പോഴും അവർ പ്രസംഗിക്കാറുണ്ട്. കാരണം അവരുടെ ഉടുപ്പിൻ്റെ അകത്ത് അവർ ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള ഉടുപ്പ് ഇട്ടിട്ടുണ്ട്. വെടിയുണ്ടകൾ അകത്ത് കയറാത്ത ഉടുപ്പ്. ഈ വെടിയുണ്ടകൾ അകത്ത് കയറാത്ത ഉടുപ്പും ഇട്ട് നിന്ന് പ്രസംഗിക്കുന്ന ഈ അംഗരക്ഷകർ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഈ വ്യക്തിക്ക് ഉറപ്പായിട്ടും അറിയാം ആരെങ്കിലും വെടിവെച്ചാൽ ഇതകത്തോട്ട് പോകുകയല്ലെന്ന്. അകത്ത് ശക്തനായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അകത്തിരിക്കുന്നവൻ ബലപ്പെട്ടിരിക്കുകയാണെങ്കിൽ, പുറത്തുനിന്ന് വരുന്ന ഒരു വെടിയുണ്ടയും, പുറത്തുനിന്ന് വരുന്ന ഒരു വെടിയുണ്ടയും നിന്നെ യേശുകല. നിന്നെ എന്തെങ്കിലും യേശുന്നെങ്കിൽ നിന്റെ അകത്തിരിക്കുന്നവൻ വീക്കാണ്. എന്നാൽ ഇന്ന് ബലം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെടുന്നു. അപ്പോൾ ഒന്ന്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ സമൃദ്ധിയായ ജീവൻ. സങ്കീർത്തന പുസ്തകം 66-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും. ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പം കർത്താവ് ഉദ്ദേശിച്ച അതേ ആ മനോഭാവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക. കണ്ടോ, സാത്താൻ അറക്കുകയും മുടിക്കുകയും മോഷ്ടിക്കുകയും ചെയ്ത അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അവരെന്നിൽ വിശ്വസിച്ചാൽ ഞാൻ വന്നത് അവർക്ക്, നിങ്ങൾക്കെന്നല്ല പറഞ്ഞത്, ശിഷ്യന്മാരോടല്ല പറഞ്ഞത്, അവർക്ക്. ആർക്ക്? സാത്താൻ അറക്കുകയും മുടിക്കുകയും മോഷ്ടിക്കുകയും ചെയ്ത ജീവിതങ്ങൾക്ക്, വ്യക്തികൾക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും മാത്രമേ ഞാൻ വന്നത്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മറുഭാഗത്ത് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഒരു പ്രതിസന്ധി പിശാച് സാത്താൻ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ദൈവപുത്രനായ ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കൂ, അവനിൽ ആ പ്രശ്നത്തിന് നിങ്ങൾക്ക് ഉത്തരം ഉണ്ട്. ഒരു ബസ്സിനകത്ത് കയറുമ്പോൾ ഡ്രൈവർ ഇടയ്ക്ക് ചെന്നിട്ട്, സാറേ ഈ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കുവോ എന്ന് ചോദിച്ചിട്ടാണോ ബസ്സിൽ ഇരിക്കുന്നത്? അല്ല, ആ ബസ് ഓടിക്കുന്ന ഡ്രൈവറെ ആ കയറിയിരിക്കുന്ന ബസ്സിൽ ഒരു വിശ്വാസം, ഇതങ്ങ് എത്തുമെന്നുള്ള വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇതിലധികം, എത്രയധികം, ഇതിലൊക്കെ എത്രയധികം നമ്മുടെ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. ഇതിലൊക്കെ എത്രയധികം ചതിക്കാത്ത, കൈവിടാത്ത, അനാഥനായി വിടാത്ത, ഉപേക്ഷിക്കാത്ത നമ്മുടെ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് അരുളി ചെയ്ത, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത കർത്താവിൽ വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നോക്കൂ ആ സങ്കീർത്തന ഭാഗം. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കിയേ, നീ മനുഷ്യനെ തലമേൽ കയറി ഓടിക്കുന്നു, ഞങ്ങളുടെ തലേ കൂടെ ഓടിക്കുമാറാക്കി. ഇത് സങ്കീർത്തനത്തിനുള്ളതാ. പക്ഷെ നമ്മൾ നാട്ടിൻപുറംകാര് നമ്മൾ ഇത് സങ്കീർത്തനത്തിലുള്ളതാന്ന് അറിയാതെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം പലതും എൻ്റെ തലേ കയറി നിരങ്ങുക.
ഇത് ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടെന്ന് അറിയാതെ നമ്മളിത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുള്ളവർക്കാ എന്ന ദൂത്. എന്ന് വെച്ചാൽ കൊല്ലം ചെങ്കോട്ട റോഡ് ഇപ്പൊ നിന്റെ തലയിൽ കൂടാ. നീ മനുഷ്യരെ എന്റെ തലമേൽ കൂടെ ഓടിക്കുവാറാക്കി. അപ്പൊ തലയ്ക്കകത്ത് ഒരുത്തം കയറി നിന്നുള്ള സ്ഥിതി എന്നാ? എനിക്ക് നേരെ നടക്കാവോ? എനിക്ക് നേരെ നിൽക്കാനൊക്കോ? അപ്പൊ എന്നെ നേരെ നിർത്താൻ അനുവദിക്കാത്ത, എന്നെ നേരെ ചൊവ്വേ പോവാൻ സമ്മതിക്കാത്ത ശത്രുവാകുന്ന സാത്താൻ വ്യക്തികളെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ശത്രുവാകുന്ന സാത്താൻ സാഹചര്യങ്ങളെ ഒരുക്കി എൻ്റെ തലമേൽ കൂടെ ഓടിക്കുമാറാക്കി. ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞത് സാത്താനെ കുറിച്ചാണ്. പിശാചു അങ്ങനെ ചെയ്യാറുണ്ടെങ്കിലും ഇവിടുത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കൂ. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. അപ്പോൾ എവിടെയാ നീ എന്ന് എഴുതിയിരിക്കുന്ന സാത്താനല്ല, പിശാചിനെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്, ദൈവത്തെക്കുറിച്ചാ. കണ്ടോ? ചിലതിനെയൊക്കെ തലേ കയറി ഇറങ്ങാൻ ദൈവം അനുവദിക്കും. എന്തിനാണെന്നറിയോ? നീ നേരെ നിൽക്കുമെന്ന് അറിയാനാ. നീ നേരെ നിൽക്കുമെന്ന് അറിയാനാ. നീ നേരെ പോകുമെന്ന് അറിയാനാ. നീ ആരെന്ന് മനസ്സിലാക്കാനാ. പക്ഷേ ആ സമയത്തും നീ അവനിൽ ആശ്രയിച്ചാൽ, ആ സമയത്തും ആ പ്രതികൂലത്തിന്റെ വേളയിലും കർത്താവിനെ മുറുകെ പിടിച്ചാൽ, ആ പ്രതികൂല സന്ദർഭങ്ങളിലും അവനിൽ തന്നെ ആശ്രയിച്ചാൽ, ആ പ്രതികൂല വേളയിലും നീ അവനെ മുറുകെ പിടിച്ചാൽ. അടുത്ത വാക്യം വായിക്കൂ പാസ്റ്റർ. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും. നോക്കിയേ, മനുഷ്യരെ തലയിലൂടെ ഓടിക്കുമാറാക്കി, തീയിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ നടക്കേണ്ട സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. പക്ഷെ ആ സന്ദർഭങ്ങളൊക്കെ ലൈഫിൽ ഇപ്പോഴുണ്ടെങ്കിലും, അങ്ങനെ പോകുന്നെങ്കിലും, അടുത്ത വാക്യം എന്താന്ന് കേട്ടോ? നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു എങ്കിലും എന്നൊരു പദം കിടപ്പുണ്ട്. ഉണ്ടോ? ഒന്ന് വായിച്ച ഒന്നുകൂടെ. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ ബൈബിളിൽ എങ്കിലും എന്ന പദം ഇല്ലായിരുന്നെങ്കിൽ ആകെ പ്രശ്നമായേനെ. യോഹന്നാൻ 16:33, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അവിടെ കൊണ്ട് തീർന്നിരുന്നെങ്കിൽ എല്ലാവർക്കും പണിയായനെ. തൊട്ട് അങ്ങനെ എഴുതിയിട്ട് അതിനോട് ചേർത്ത് എഴുതിയത് എങ്കിലും ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. നീ മനുഷ്യരെ എൻ്റെ തലയിൽ കൂടെ ഓടിക്കുമാറാക്കി, തീയിലും വെള്ളത്തിലൂടെയും ഞാൻ നടക്കേണ്ടി വന്നു. കർത്താവെ, അവിടെ കൊണ്ട് തീർന്നായിരുന്നെങ്കിൽ എൻ്റെ കഥ കഴിഞ്ഞേനെ. എങ്കിലും ഇതെല്ലാം ഉണ്ടെങ്കിലും, ഇതൊക്കെ വെളിപ്പെടുന്നെങ്കിലും നീ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? എങ്കിലും ഇതെല്ലാം ഉണ്ടെങ്കിലും. ജീവിതത്തിൽ പ്രതിസന്ധികളോ ദുഃഖങ്ങളോ കഷ്ടതകളോ വരത്തില്ലെന്നല്ല, വരാം. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ സഭായോഗത്തിൽ ഇവിടെ പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്നാണ്. ദൈവത്തിൻ്റെ ഹൃദയം ഭയങ്കര വ്യത്യസ്തമായ ഒന്നാണ്. അതുകൊണ്ടല്ലേ ഇശായി എന്ന് പറയുന്ന ശക്തനായ മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ച തൻ്റെ മക്കളെ ഓരോരുത്തരെ ഇറക്കി പ്രവാചകന്റെ മുമ്പിൽ നിർത്തി അവരെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോഴും ദൈവം തമ്പുരാൻ ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഇശായി പറയുന്നു, ഇനി ഒരുത്തനുണ്ട്, അവൻ വേസ്റ്റാന്നാ പറയുന്നത്, വേസ്റ്റ്. എന്നാൽ അവനെ കാട്ടിൽ നിന്ന്, ദാവീദിനെ കാട്ടിൽ നിന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, ഇവരെ അഭിഷേകം ചെയ്യുക. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കുമ്പോൾ യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. കരങ്ങളെ ഉയർത്തിച്ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം നാം അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതാണ്. നോക്കിയേ, നമ്മൾ തകർന്നു പോകാനായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ, നമ്മൾ നശിക്കാനായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹമെങ്കിൽ, ഒരിക്കലും തൻ്റെ ഏക മകനെ
താൻ ഈ ഭൂമിയിലേക്ക് അയക്കില്ലായിരുന്നു. സ്വർഗത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം, സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി, സ്വർഗത്തിലെ ഏറ്റവും വലിയ പവർഫുൾ അതോറിറ്റിയുള്ള മനുഷ്യൻ, സ്വർഗത്തിലെ ഭൂമിക്ക് സകല അധികാരങ്ങളും നൽകപ്പെട്ട പതിനായിരങ്ങളിൽ അതിസുന്ദരനായ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള, മാറത്ത് പൊൻകച്ച കെട്ടിയ, വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളുള്ള, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുയർത്തി ന്യായം വിധിക്കുന്ന 7 നക്ഷത്രങ്ങളെ വലം കയ്യിൽ പിടിച്ച ഇത്ര പവർഫുള്ളായ ആൽഫയും ഒമേഗയും, വന്നവനും വരുവാനിരിക്കുന്നവനും ഇരുന്നവനും ഇരിക്കുന്നവനുമായ ഇത്ര വലിയവനായ തൻ്റെ മകനെ, തൻ്റെ ഏകപുത്രനെ കാൽവറി ക്രൂശിൽ തകർക്കുവാൻ, ഗബദായുടെ കൽത്തളത്തിൽ കെട്ടിയിട്ട് അടിക്കുവാൻ പിതാവിന് മനസ്സ് തോന്നിയത് എന്നെ തകർക്കാനല്ല, തൻ്റെ പുത്രനിലൂടെ എന്നെ വിടുവിക്കുവാൻ, തൻ്റെ പുത്രനിലൂടെ എന്നെ രക്ഷിക്കുവാൻ, തൻ്റെ പുത്രനിലൂടെ എനിക്ക് സൗഖ്യം തരുവാൻ, തൻ്റെ പുത്രനിലൂടെ എനിക്ക് നിത്യജീവൻ തരുവാൻ, തൻ്റെ പുത്രനിലൂടെ എന്നെ നീതീകരിക്കുവാൻ, തന്റെ പുത്രനിലൂടെ എന്നെ മാനിക്കുവാൻ. ഇന്ന് മകൾ വിളിച്ചു പറ, I am a blessed one. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. എന്തിനു വേണ്ടിയാണ് കർത്താവ് ആ വ്യഥ ഏറ്റെടുത്തത്? ഒരു മനുഷ്യന് താങ്ങുവാൻ കഴിയുന്നതിലും അപ്പുറമായ ഭാരം യേശുവേ നീ എന്തിനേറ്റെടുത്തു? മറുപടി ഇതാണ്, വാസ്തവത്തിൽ ആ ഭാരം ഞാൻ ഏറ്റെടുക്കേണ്ടതല്ല. ഇതെന്റെ ഭാരമല്ല, എനിക്ക് ഭാരപ്പെടാനൊന്നുമില്ല. ഇതെന്നെ സ്നേഹിക്കുന്ന, ഈ ഭൂമിയിൽ ജീവിക്കുന്ന, ഈ ഭൂമിയിൽ ജനിച്ച, ഇനി ഈ ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന സകല മനുഷ്യന്റെയും പാപവും ഭാരവുമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ആമേൻ. ഇത് തിരിച്ചറിഞ്ഞ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നിന്റെ സകല പാപവും നിന്റെ സകല ഭാരവും അവന്റെ മേലിട്ടുകൊള്ളുക, അവൻ അതിനെ ചുമന്നുകൊള്ളും. ഇന്ന് പകൽ ഞാൻ ഭാരം ചുമക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി അവൻ ഭാരം ചുമന്നു. വാസ്തവത്തിൽ അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ ഈ സഭയിലുള്ളവരോടും എൻ്റെ മാന്യ സഹോദരങ്ങളോടും ഇവിടുത്തെ കെയർസൽ ലീഡേഴ്സിനോടും സുവിശേഷ വേലയിലുള്ള ഏതെങ്കിലും ദൈവദാസന്മാരുണ്ടെങ്കിൽ അവരോടും ഈ ലൈറ്റ് TV കാണുന്നവരോടും ഒക്കെ ഞാൻ പറയാം, മനുഷ്യനെ പ്ലീസ് ചെയ്യാൻ, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നിങ്ങൾ പ്രസംഗിക്കരുത്. അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നു. യേശു സൗഖ്യദായകനാണ്. യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. നമ്മളത് എത്രയോ ഇവിടെ കണ്ടു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ സുവിശേഷ വേദഭാഗങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി, ഈ പുസ്തകങ്ങളെല്ലാം നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കൂ. ഇതിനകത്തെല്ലാം കാണുന്നത് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളല്ലേ? യേശു അന്ധന്റെ കണ്ണ് തുറന്നോ? കാഴ്ചയില്ലാത്തവൻ കരഞ്ഞപ്പോൾ കർത്താവ് കാഴ്ച കൊടുത്തോ? മുടന്തൻ നിലവിളിച്ചപ്പോൾ അവനെ നടത്തിയോ? കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയോ? പറ. ഒരു കുഷ്ഠരോഗിയെ തൊടുവാൻ ഒരു പുരോഹിതനോ ആർക്കും മനസ്സില്ലാതിരിക്കുമ്പോൾ അവനെ പാളയത്തിന് പുറത്തേക്ക് പറിച്ചെറിഞ്ഞപ്പോൾ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാ എന്ന് യേശുവിനോട് നിലവിളിച്ചപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞേ? എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം. അപ്പോൾ ഒരു രോഗിയെ സൗഖ്യമാക്കാൻ കർത്താവിന് മനസ്സുണ്ട്. അവനത് ചെയ്തു, അവനത് ഇപ്പോഴും ചെയ്യുന്നു, അവൻ നാളെയും അത് ചെയ്യും. അപ്പൊ ആരെ പ്ലീസ് ചെയ്യാനാ രോഗശാന്തിയൊക്കെ ചുമ്മാതാന്ന് നീ പഠിപ്പിക്കുന്നേ? ആരെ പ്ലീസ് ചെയ്യാനാണ്? ഇതിനകത്തൊന്നുമല്ല കാര്യം എന്ന് നീ പറയുന്നേ. ദയവായി ദയവായി മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ, പൊങ്ങച്ചം കാണിക്കാൻ നീ വചനത്തെ വികലമാക്കരുത്. ഞാൻ പ്രസംഗിക്കുന്ന യേശു അത്ഭുത മന്ത്രിയാണ്.
ഞാൻ പ്രസംഗിക്കുന്ന യേശു വീരനായ ദൈവമാണ്. ഞാൻ പ്രസംഗിക്കുന്ന യേശു നിത്യപിതാവാണ്. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ മാത്രം ദൈവത്തെ സ്തുതിക്കുക. അവൻ ഇന്നും മനസ്സലിയുന്നവനാണ്. അവൻ മനസ്സലിഞ്ഞവനാണ്. അവൻ ഇന്നും വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നവനാണ്. വായിക്കൂ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഇങ്ങോട്ട് നോക്കിയേ, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. മനുഷ്യന്റെ എല്ലാ ആഗ്രഹം ഇനിയും വളരണം, ഇനിയും രക്ഷപ്പെടണം. ഇന്ന് യേശു ആകുന്ന വാതിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? വലിയ പണക്കാരനാവുമോ പാസ്റ്ററെ? പറയാം. വീടൊക്കെ കിട്ടുമോ? അതും പറയാം. യേശു ആകുന്ന വാതിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. എവിടെ? എല്ലാ മേഖലയിലും. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് നാം നയിക്കുന്നത് എന്ന് എൻ്റെ മാന്യ സഹോദരങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ധനാഢ്യനായ ഒരു മനുഷ്യന്, സമ്പന്നനായ ഒരു വ്യക്തിക്ക് ഉറക്കമില്ല. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ടവർക്ക് ഉറക്കമുണ്ട്. ലോകത്തിലെ പ്രസിദ്ധന്മാരായ വ്യക്തികൾക്ക് ഉറക്കമില്ല. എന്നാൽ കർത്താവിൽ പ്രസിദ്ധനായവന് ഉറക്കമുണ്ട്. യേശു ക്രിസ്തുവാകുന്ന വാതിലൂടെ ഒരുത്തൻ അകത്ത് കയറിയാൽ, അവൻ അങ്ങനെ അകത്ത് കയറിയാൽ അവൻ എന്തെല്ലാം ഉണ്ടെന്ന് ഒരു മനുഷ്യൻ പാട്ടുപാടി. ആ മനുഷ്യന്റെ പേരാ ദാവീദ്. പുള്ളി ശക്തമായിട്ട് എഴുന്നേറ്റ് എന്ന് പറയാനുള്ളതൊക്കെ അങ്ങ് പാടി. പുള്ളി എന്നാ പാടിയേ? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ഇത് ആടുകളെ മേയ്ക്കുന്ന ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയത്. സംശയമുണ്ടോ? ദാവീദിന്റെ ജോലി എന്നായിരുന്നു അന്ന് ഈ സങ്കീർത്തനം എഴുതുമ്പം? സങ്കീർത്തനം എഴുതുമ്പോൾ ആടിനെ മേയ്ക്കുമായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദാവീദ് ആടുകളെ മേയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം പുള്ളിക്ക് നന്നായിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് പുള്ളിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇനി നിങ്ങളെല്ലാവരും തലയുയർത്തി നോക്കി. യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ, യേശുവാണ് എൻ്റെ വാതിലെങ്കിൽ, യഹോവയാണ് എൻ്റെ നായകനെങ്കിൽ എനിക്ക് മുട്ടുണ്ടാകയില്ല.